ഒന്നാമത്തെ ചോദ്യമാണ്, എലിമേലേക്ക് യൂദായിൽ നിന്നും എവിടേക്കാണ് കുടിയേറി പാർത്തത്? എഫ്രായിമിലേക്ക്, മോവാബിലേക്ക്, ഗലീലയിലേക്ക്, കാനായിലേക്ക്? ഉത്തരം മോവാബിലേക്ക്. 1 സാമുവേൽ 4:18 മുതൽ 22 വരെ വംശാവലിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അത് വേറെ ഏത് സുവിശേഷത്തിലാണ് പ്രതിപാദിക്കുന്നത്? യോഹന്നാൻ 1:36, ലൂക്ക 4:32, മത്തായി 1:3-5, ലൂക്ക 3:31-33, യോഹന്നാൻ 2:12, മർക്കോസ് 4:12. ഉത്തരം മത്തായി 1:3-5, ലൂക്ക 3 മുതൽ 31 മുതൽ 33 വരെ. മൂന്നാമത്തെ ചോദ്യമാണ്, ഒന്നുമില്ലാത്തവളായി കർത്താവ് എന്നെ തിരിച്ചയച്ചു. ആരുടെ വാക്കുകൾ? ഓർഫ, റാഹേൽ, റൂത്ത്, നവോമി? ഉത്തരം നവോമി. നാലാമത്തെ ചോദ്യമാണ്, നിന്റെ പ്രവൃത്തികൾക്ക് കർത്താവ് പ്രതിഫലം നൽകും. നീ അഭയം പ്രാപിച്ചിരിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. അധ്യായം വാക്യമേത്? അധ്യായം 1:15, അധ്യായം 2:12, അധ്യായം 2:16, അധ്യായം 3:18? ഉത്തരം അധ്യായം 2:12. അഞ്ചാമത്തെ ചോദ്യമാണ്, മകളെ കാലാ പെറുക്കാൻ ഇവിടം വിട്ട് മറ്റു വയലുകളിൽ പോകേണ്ട. തുടർന്ന് വരുന്ന വചനഭാഗം ഏത്? കൊയ്യുന്നവരെ നോക്കി അവരെ പിന്തുടരുക. വൃത്യന്മാരോട് നിന്നെ ശല്യപ്പെടുത്തരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ദാസിമാരോട് കൂടെ ചേർന്ന് കൊള്ളുക. കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. ഉത്തരം എൻ്റെ ദാസിമാരോട് കൂടെ ചേർന്ന് കൊള്ളുക. ആറാമത്തെ ചോദ്യമാണ്, എന്തിൻ്റെ എല്ലാം വിളവെടുപ്പ് കഴിയുന്നത് വരെയാണ് റൂത്ത് ബോവാസിൻ്റെ ദാസിമാരോട് ചേർന്ന് കാലാ പെറുക്കിയത്? ഗോതമ്പിൻ്റെയും മുന്തിരിയുടെയും, ബാർലിയുടെയും ഗോതമ്പിൻ്റെയും, ബാർലിയുടെയും അത്തിപ്പഴത്തിൻ്റെയും, മുന്തിരിയുടെയും ബാർലിയുടെയും? ഉത്തരം ബാർലിയുടെയും ഗോതമ്പിൻ്റെയും. ഏഴാമത്തെ ചോദ്യമാണ്, റൂത്ത് 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ മരുമക്കളോട് എങ്ങോട്ട് മടങ്ങിപ്പോകുവാനാണ് നവോമി പറയുന്നത്? പിതൃഭവനത്തിലേക്ക്, മാതാപിതാക്കളുടെ അടുത്തേക്ക്, മാതൃഭവനത്തിലേക്ക്, സ്വഭവനത്തിലേക്ക്? ഉത്തരം മാതൃഭവനത്തിലേക്ക്. എട്ടാമത്തെ ചോദ്യമാണ്, കർത്താവിൻ്റെ കരം തനിക്ക് നേരെ എന്ത് ചെയ്തിരിക്കുന്നു എന്നാണ് നവോമി മരുമക്കളോട് പറഞ്ഞത്? കുടുംബത്തിനെതിരായി ഉയർന്നിരിക്കുന്നു, ഭർത്താവിനെതിരെ ഉയർന്നിരിക്കുന്നു, മക്കൾക്കെതിരായി ഉയർന്നിരിക്കുന്നു, തനിക്കെതിരായി കർത്താവിൻ്റെ കരം ഉയർന്നിരിക്കുന്നു. ഉത്തരം തനിക്കെതിരായി കർത്താവിൻ്റെ കരം ഉയർന്നിരിക്കുന്നു. ഒമ്പതാമത്തെ ചോദ്യമാണ്, നവോമിയും റൂത്തും എവിടെ എത്തിയപ്പോഴാണ് പട്ടണം മുഴുവൻ വിസ്മയിച്ചത്? മോവാബിൽ, ഗലീലയിൽ, ബത്ലഹേമിൽ, എഫ്രാത്തായിൽ? ഉത്തരം ബത്ലഹേമിൽ. പത്താമത്തെ ചോദ്യമാണ്, അന്യനാട്ടുകാരെ എന്നോട് കരുണ തോന്നാൻ ഞാൻ അങ്ങേക്ക് എന്ത് നന്മ ചെയ്തു? ഇത് ആരാണ് പറഞ്ഞത്? നവോമി, റൂത്ത്, സ്ത്രീകൾ, ഓർഫ? ഉത്തരം റൂത്ത്. 11ാമത്തെ ചോദ്യമാണ്, നിന്റെ പ്രവൃത്തികൾക്ക് കർത്താവ് എന്ത് നൽകുമെന്നാണ് ബോവാസ് റൂത്തിനോട് പറഞ്ഞത്? സന്തോഷം, സമ്മാനം, പ്രതിഫലം, സമ്പത്ത്? ഉത്തരം പ്രതിഫലം. 12ാമത്തെ ചോദ്യമാണ്, റൂത്തിൻ്റെ പേര് ആരുടെ വംശാവലിയിലാണ് ഉൾപ്പെട്ടത്? ദാവീദിൻ്റെ, യേശുവിൻ്റെ, അബ്രഹാത്തിൻ്റെ, യാക്കോബിൻ്റെ? ഉത്തരം യേശുവിൻ്റെ. 13ാമത്തെ ചോദ്യമാണ്, എവിടെ നിന്ന് കുറേശ്ശെ വലിച്ചൂരി അവൾക്ക് പെറുക്കാൻ ഇടണമെന്നാണ് ബോവാസ് പറയുന്നത്? കളത്തിൽ നിന്ന്, കറ്റകളിൽ നിന്ന്, കാല പെറുക്കുന്നതിൽ നിന്ന്, മെതിക്കളത്തിൽ നിന്ന്? ഉത്തരം കറ്റകളിൽ നിന്ന്. 14ാമത്തെ ചോദ്യമാണ്, ബോവാസിൻ്റെ എന്ത് കഴിയുന്നതുവരെ അവൻ നിന്നെ തിരിച്ചറിയാൻ ഇടയാകരുത് എന്നാണ് നവോമി റൂത്തിനോട് പറഞ്ഞത്? കുളി കഴിയുന്നതുവരെ, കിടക്കുന്നതുവരെ, അത്താഴം കഴിയുന്നതുവരെ? ഉത്തരം അത്താഴം കഴിയുന്നതുവരെ. 15ാമത്തെ ചോദ്യമാണ്, നവോമിയുടെ ഡാഷ് കുടുംബത്തിൽപ്പെട്ട ധനികനായ വ്യക്തിയുടെ പേര് പൂരിപ്പിക്കുക. മാതൃകുടുംബത്തിൽപ്പെട്ട, ബന്ധുവായ, പിതൃകുടുംബത്തിൽപ്പെട്ട, ഭർത്തൃകുടുംബത്തിൽപ്പെട്ട? ഉത്തരം ഭർത്തൃകുടുംബത്തിൽപ്പെട്ട. 16ാമത്തെ ചോദ്യമാണ്, എന്ത് കൈവന്നപ്പോഴാണ് ദാവീദ് കർത്താവിന് ഒരു ആലയം പണിയാൻ ആഗ്രഹിച്ചത്? സമ്പത്ത്, സൽകീർത്തി, ഐശ്വര്യം, സ്ഥാനമാനങ്ങൾ? ഉത്തരം ഐശ്വര്യം.
17-ാമത്തെ ചോദ്യമാണ് ഇസ്രായേലിൻ്റെ ദൈവം നിന്റെ പ്രാർത്ഥന സാധിച്ചു തരട്ടെ എന്ന് ഏലി പറഞ്ഞപ്പോൾ ഹന്ന എന്താണ് പ്രതിവചിച്ചത്? അങ്ങയുടെ വാക്കുകൾ സത്യമാകട്ടെ, ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ, ഈ ദാസിക്ക് അങ്ങയുടെ കൃപാകടാക്ഷം ഉണ്ടാകട്ടെ, ദൈവത്തിൻ്റെ ഹിതം പോലെ നടക്കട്ടെ. ഉത്തരം, ഈ ദാസിക്ക് അങ്ങയുടെ കൃപാകടാക്ഷം ഉണ്ടാകട്ടെ. 18-ാമത്തെ ചോദ്യമാണ് കർത്താവിൻ്റെ പേടകവും അതോടൊപ്പം സ്വർണ്ണയുരുപ്പിടികൾ വച്ചിരുന്ന പെട്ടിയും താഴെ ഇറക്കി ആ വലിയ കല്ലിന്മേൽ വെച്ച് താഴെ ഇറക്കിയത് ആരാണ്? ഫിലിസ്ത്യർ, ലേവ്യർ, അഭിനാദാബ്, സാമുവൽ. ഉത്തരം, ലേവ്യർ. 19-ാമത്തെ ചോദ്യമാണ് അത് കർത്താവാണ്, അവിടത്തേക്ക് യുക്തമെന്ന് തോന്നുന്നത് പ്രവർത്തിക്കട്ടെ. ഇത് ആരാണ് പറഞ്ഞത്? ഏലി, ഹന്ന, എൽക്കാന, സാമുവൽ. ഉത്തരം, ഏലി. 20-ാമത്തെ ചോദ്യമാണ് ഏത് ദിവസമാണ് ഭാര്യ പെനീനാക്കും അവരുടെ പുത്രന്മാർക്കും പുത്രിമാർക്കും എൽക്കാന ഓഹരി കൊടുത്തിരുന്നത്? കർത്താവിൻ്റെ ദിവസം, ദേവാലയത്തിൽ പോകുന്ന ദിവസം, ബലിയർപ്പിക്കുന്ന ദിവസം, എല്ലാവരും ഒത്തുചേരുന്ന ദിവസം. ഉത്തരം, ബലിയർപ്പിക്കുന്ന ദിവസം. 21-ാമത്തെ ചോദ്യമാണ് എൻ്റെ അധരം ശത്രുക്കളെ പരിഹസിക്കുന്നു, എന്തെന്നാൽ അവിടുത്തെ ഡാഷ് ഞാൻ ആനന്ദിക്കുന്നു. പൂരിപ്പിക്കുക. പ്രത്യാശയിൽ, വിശ്വാസത്തിൽ, രക്ഷയിൽ, വാഗ്ദാനത്തിൽ. ഉത്തരം, രക്ഷയിൽ. 22-ാമത്തെ ചോദ്യമാണ് എനിക്കൊരു പുത്രനെ നൽകിയാൽ അവൻ്റെ ജീവിതകാലം മുഴുവൻ അവനെ ഞാൻ അങ്ങേക്ക് എന്തു ചെയ്യുമെന്നാണ് ഹന്ന പറയുന്നത്? സമർപ്പിക്കും, പ്രതിഷ്ഠിക്കും, അർപ്പിക്കും, ഏൽപ്പിക്കും. ഉത്തരം, പ്രതിഷ്ഠിക്കും. 23-ാമത്തെ ചോദ്യമാണ് ഹന്ന ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിച്ചു, എന്ത് പറഞ്ഞുകൊണ്ടാണ് സാമുവൽ എന്ന പേര് ഹന്ന ഇടാൻ കാരണം? കർത്താവിൻ്റെ പ്രാർത്ഥന കേട്ടതാണ്, ഞാൻ അവനെ കർത്താവിനോട് ചോദിച്ചു വാങ്ങിയതാണ്, ഞാൻ അവന് കർത്താവിന് സമർപ്പിച്ചതാണ്, കർത്താവ് എൻ്റെ കണ്ണീര് കണ്ടതാണ്. ഉത്തരം, ഞാൻ അവനെ കർത്താവിനോട് ചോദിച്ചു വാങ്ങിയതാണ്. 24-ാമത്തെ ചോദ്യമാണ് എവിടെ നിന്നാണ് കർത്താവിൻ്റെ പേടകം ഫിലിസ്ത്യർ അഷ്തോദിലേക്ക് കൊണ്ടുപോയത്? അഷ്കലോണിൽ നിന്ന്, എബനേസറിൽ നിന്ന്, ഗത്തിൽ നിന്ന്, മൊവാബിൽ നിന്ന്. ഉത്തരം, എബനേസറിൽ നിന്ന്. 25-ാമത്തെ ചോദ്യമാണ് എന്തുകൊണ്ടാണ് നഗരത്തിലുള്ള ഫിലിസ്ത്യരെല്ലാം സംഭ്രമിച്ചത്? ദൈവം അവരെ കഠിനമായി പ്രഹരിച്ചു കൊണ്ടിരുന്നതിനാൽ, ദൈവം അവരെ കഠിനമായി ശിക്ഷിച്ചു കൊണ്ടിരുന്നതിനാൽ, ദൈവം അവർക്ക് ബാധ അയച്ചതിനാൽ, ദൈവം അവർക്ക് മഹാമാരി അയച്ചതിനാൽ. ഉത്തരം, ദൈവം അവരെ കഠിനമായി ശിക്ഷിച്ചു കൊണ്ടിരുന്നതിനാൽ. 26-ാമത്തെ ചോദ്യമാണ് ഏലിയുടെ കുടുംബം ആരുടെ ഭവനത്തിൽ അടിമയായി ഇരിക്കുമ്പോഴാണ് ദൈവം തന്നെ അവർക്ക് വെളിപ്പെടുത്തിയത്? എഫ്രാത്തായിൽ, അഷ്കലോണിൽ, ഈജിപ്തിൽ ഫറവോയുടെ ഭവനത്തിൽ, ഹിത്യരുടെ കൂടാരത്തിൽ. ഉത്തരം, ഈജിപ്തിൽ ഫറവോയുടെ ഭവനത്തിൽ. 27-ാമത്തെ ചോദ്യമാണ് അങ്ങനെ അവർ ശീലോയിലേക്ക് ആളയച്ച് ഡാഷ് എഴുന്നള്ളിയിരിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകം കൊണ്ടുവന്നു. മേഘത്തിൻ്റെ മേൽ, അഗ്നിയുടെ മേൽ, കെരൂബുകളുടെ മേൽ, സ്തംഭത്തിൻ്റെ മേൽ. ഉത്തരം, കെരൂബുകളുടെ മേൽ. 28-ാമത്തെ ചോദ്യമാണ് മരുഭൂമിയിൽ വെച്ച് നിരവധി ബാധകൾ കൊണ്ട് ഈജിപ്തുകാരെ ഞെരുക്കിയ ദേവന്മാരാണ് അവർ? അധ്യായം വാക്യമേത്? അധ്യായം 4:6, അധ്യായം 5:2, അധ്യായം 3:18, അധ്യായം 4:8. ഉത്തരം, അധ്യായം 4:8. 29-ാമത്തെ ചോദ്യമാണ് കർത്താവ് സാമുവലിനെ വിളിക്കുന്നത് എത്രാം അധ്യായത്തിൽ? 2-ാം അധ്യായത്തിൽ, 3-ാം അധ്യായത്തിൽ, 4-ാം അധ്യായത്തിൽ, 5-ാം അധ്യായത്തിൽ. ഉത്തരം, 3-ാം അധ്യായത്തിൽ. 30-ാമത്തെ ചോദ്യമാണ് സാമുവൽ കർത്താവിൻ്റെ എന്തായി തീർന്നിരിക്കുന്നു എന്ന് ദാൻ മുതൽ ബേർശബ വരെയുള്ള ഇസ്രായേൽ ജനം അറിഞ്ഞു എന്നാണ് പറയുന്നത്? ദൂതനായി തീർന്നിരിക്കുന്നു, രാജാവായി തീർന്നിരിക്കുന്നു, പ്രവാചകനായി തീർന്നിരിക്കുന്നു, പുരോഹിതനായി തീർന്നിരിക്കുന്നു. ഉത്തരം, പ്രവാചകനായി തീർന്നിരിക്കുന്നു. 31-ാമത്തെ ചോദ്യമാണ് ഫിലിസ്ത്യർ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നത് എത്രാം അധ്യായത്തിൽ? 2-ാം അധ്യായത്തിൽ, 3-ാം അധ്യായത്തിൽ, 6-ാം അധ്യായത്തിൽ, 4-ാം അധ്യായത്തിൽ. ഉത്തരം, 4-ാം അധ്യായത്തിൽ.
32ാമത്തെ ചോദ്യമാണ് ഫിലിസ്തീൻ സമർപ്പിച്ച സ്വർണ്ണക്കുരുക്കളിൽ മൂന്നാമത്തേത് ആർക്കായിരുന്നു? ഗാസയ്ക്ക്, അഷ്കലോന്, എക്രോണിന്, അഷ്തോദിന്. ഉത്തരം അഷ്കലോന്. 33ാമത്തെ ചോദ്യമാണ് ദൈവത്തിൻ്റെ പീഡകം പിടിക്കപ്പെട്ടതിനാൽ മഹത്വം ഇസ്രായേലിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നു. വചനഭാഗം ഏത്? 1 സാമുവേൽ 4:18, 1 സാമുവേൽ 4:22, 1 സാമുവേൽ 4:15, 1 സാമുവേൽ 4:22. ഉത്തരം 1 സാമുവേൽ 4:22. കർത്താവിൻ്റെ പേടകം ഡാഷ് മാസം ഫിലിസ്തീനയുടെ രാജ്യത്തായിരുന്നു? പൂരിപ്പിക്കുക. 5 മാസം, 8 മാസം, 4 മാസം, 7 മാസം. ഉത്തരം 7 മാസം. 35ാമത്തെ ചോദ്യമാണ് ഡാഷ് ജനങ്ങളും കുരുക്കൾ മൂലം കഷ്ടപ്പെട്ടു? പൂരിപ്പിക്കുക. മുഴുവൻ ജനങ്ങൾ, പ്രായമായ ജനങ്ങൾ, യുവജനങ്ങൾ, ആബാലവൃദ്ധം ജനങ്ങൾ. ഉത്തരം ആബാലവൃദ്ധം ജനങ്ങൾ. 36ാമത്തെ ചോദ്യമാണ് ഏത് ഹീബ്രു പദത്തിൻ്റെ ഏകദേശം തർജ്ജമയാണ് സഭാപ്രസംഗകൻ? മഗ്ലോ, കൊഹേലത്ത്, കോഹിലി, സമരയു. ഉത്തരം കൊഹേലത്ത്. 37ാമത്തെ ചോദ്യമാണ് ഡാഷ് വരുന്നു പോകുന്നു ഭൂമിയാകട്ടെ എന്നേക്ക് നിലനിൽക്കുന്നു? പൂരിപ്പിക്കുക. ജനങ്ങൾ, വൃക്ഷങ്ങൾ, തലമുറകൾ, മൃഗങ്ങൾ. ഉത്തരം തലമുറകൾ. 38ാമത്തെ ചോദ്യമാണ് ഞാൻ വലിയ കാര്യങ്ങൾ ചെയ്തു, ഞാൻ എനിക്ക് വേണ്ടി മാളികകൾ പണിതു. തുടർന്ന് വരുന്ന വചനം ഏത്? ഉദ്യാനങ്ങളും ഉപവനങ്ങളും ഉണ്ടാക്കി, തോട്ടം നനയ്ക്കാൻ കുളങ്ങൾ കുഴിച്ചു, ആടുമാടുകൾ എനിക്കുണ്ടായിരുന്നു, മുന്തിരിത്തോട്ടങ്ങൾ നട്ടുപിടിപ്പിച്ചു. ഉത്തരം മുന്തിരിത്തോട്ടങ്ങൾ നട്ടുപിടിപ്പിച്ചു. 39ാമത്തെ ചോദ്യമാണ് ഇരുവരുടെയും ഗതി ഒന്ന് തന്നെ എന്ന് ഞാൻ കണ്ടു. ആ ഇരുവർ ആര്? ജ്ഞാനി വിഡ്ഢി, വിഡ്ഢി ഭോഷൻ, ജ്ഞാനി ഭോഷൻ, ബുദ്ധിമാൻ സമ്പത്തുള്ളവൻ. ഉത്തരം ജ്ഞാനി ഭോഷൻ. 40ാമത്തെ ചോദ്യമാണ് സഭാപ്രസംഗൻ 6:2 സമാന വചനം ഏത്? ലൂക്ക 10:12, ലൂക്ക 12:20, ലൂക്ക 16:18, ലൂക്ക 5:18. ഉത്തരം ലൂക്ക 12:20. 41ാമത്തെ ചോദ്യമാണ് നോക്കി നിൽക്കാനല്ലാതെ ഡാഷിന് അതുകൊണ്ട് എന്ത് പ്രയോജനം? പൂരിപ്പിക്കുക. കാര്യസ്ഥന്, ഉടമസ്ഥന്, ഭൃത്യന്മാർക്ക്, തൊഴിലാളിക്ക്. ഉത്തരം ഉടമസ്ഥന്. 42ാമത്തെ ചോദ്യമാണ് സൂര്യന് കീഴിൽ സംഭവിക്കുന്ന സമസ്ത കാര്യം എന്തായതുകൊണ്ട് ഞാൻ ജീവിതം വെറുത്തു എന്നാണ് സഭാപ്രസംഗകൻ 2:17 പറയുന്നത്? മിഥ്യ ആയതുകൊണ്ട്, കടന്നു പോകുന്നത് കൊണ്ട്, വേദനാജനകമായതുകൊണ്ട്, നിഷ്ഫലമായതുകൊണ്ട്. ഉത്തരം വേദനാജനകമായതുകൊണ്ട്. 43ാമത്തെ ചോദ്യമാണ് ഒരു സാഹസയത്നത്തിൽ അത് നഷ്ടപ്പെടുന്നു, തൻ്റെ പുത്രന് കൊടുക്കാൻ അവൻ്റെ കൈവശം ഒന്നുമില്ലാതായി. ഈ വചനഭാഗം പഴയ നിയമത്തിൽ എവിടെയാണ്? ജോബ് 5:16, ജോബ് 6:18, ജോബ് 1:21. ഉത്തരം ജോബ് 1:21. 44ാമത്തെ ചോദ്യമാണ് സഭാപ്രസംഗൻ ഏത് രാജ്യത്തെ രാജാവായിരുന്നു? യൂദയ, ജെറുസലേം, അന്ത്യോക്യ, എഷ്കലേൻ. ഉത്തരം ജെറുസലേം. 45ാമത്തെ ചോദ്യമാണ് ധനികൻ്റെ ഉറക്കം കെടുത്തുന്നത് എന്ത്? അമിത സന്തോഷം, അമിത അധ്വാനം, അമിത സമ്പാദ്യം, അമിത ഭക്ഷണം. ഉത്തരം അമിത സമ്പാദ്യം. 46ാമത്തെ ചോദ്യമാണ് സഭാപ്രസംഗകൻ 6:2 പുതിയ നിയമ സമാന വചനം ഏത്? ലൂക്ക 2:4, യോഹന്നാൻ 5:16, മത്തായി 12:16, ലൂക്ക 12:20. ഉത്തരം ലൂക്ക 12:20. 47ാമത്തെ ചോദ്യമാണ് ജെറുസലേമിലെ എൻ്റെ മുൻഗാമികളെക്കാൾ ഞാൻ ഡാഷിനുമായി തീർന്നു എന്നാണ് സഭാപ്രസംഗൻ പറയുന്നത്? മഹാനും വിജ്ഞാനിയും, പണ്ഡിതനും വിവേകിയും, ജ്ഞാനിയും സമ്പന്നനും, ഉന്നതനും മഹാനും. ഉത്തരം ഉന്നതനും മഹാനും. 48ാമത്തെ ചോദ്യമാണ് എന്ത് മോഹിക്കുന്നവനാണ് ധനം കൊണ്ട് തൃപ്തി അടയുകയില്ല എന്ന് സഭാപ്രസംഗൻ പറയുന്നത്? സമ്പത്ത് മോഹിക്കുന്നവൻ,
സ്ഥാനമാനങ്ങൾ മോഹിക്കുന്നവൻ, ധനം മോഹിക്കുന്നവൻ, ജ്ഞാനം മോഹിക്കുന്നവൻ. ഉത്തരം ധനം മോഹിക്കുന്നവൻ. 49-ാമത്തെ ചോദ്യമാണ് ജനിക്കാൻ ഒരു കാലം, മരിക്കാൻ ഒരു കാലം, നടാൻ ഒരു കാലം, നട്ടത് പറിക്കാൻ ഒരു കാലം. 3:2 സമാനമായ പഴയ നിയമ വചനമേത്? ഏശയ്യ 26:29, ഏശയ്യ 28:23, ഏശയ്യ 28:23, 29, ഏശയ്യ 30. ഉത്തരം ഏശയ്യ 28:23, 29. സൂര്യന് കീഴെ ഒരു നേട്ടവുമില്ലെന്ന് സഭാപ്രസംഗന് ബോധ്യപ്പെട്ടത് എപ്പോൾ? എല്ലാം കടന്നു പോകുന്നത് കൊണ്ട്, ഉണ്ടാക്കിയവയെല്ലാം അതിനു വേണ്ടി ചെയ്ത അധ്വാനത്തെ നിരൂപണം ചെയ്തപ്പോൾ, അധ്വാനം വ്യർത്ഥമായതുകൊണ്ട്, സമസ്തവും ക്ഷണികമായതുകൊണ്ട്. ഉത്തരം ഉണ്ടാക്കിയവയും അതിനുവേണ്ടി ചെയ്ത അധ്വാനത്തെയും നിരൂപണം ചെയ്തപ്പോൾ. 51-ാമത്തെ ചോദ്യമാണ് ഇരു കൂട്ടരെക്കാൾ ഭാഗ്യവാന്മാർ ഇനിയും ജനിച്ചിട്ടില്ലാത്തവരും സൂര്യന് കീഴെ നടക്കുന്ന തിന്മകൾ കണ്ടിട്ടില്ലാത്തവരുമാണ്. സമാന വചനം ജോബ് 3:16 പറയുന്നുണ്ട്. കൂടാതെ എവിടെയാണ് ഈ വചനഭാഗം പറയുന്നത്? ജെറമ്യ 15:16, ജെറമ്യ 15:26, ജെറമ്യ 20:18. ഉത്തരം ജെറമ്യ 20:18. 52-ാമത്തെ ചോദ്യമാണ് സ്വപ്നങ്ങൾ ഏറുമ്പോൾ പൊള്ളവാക്കുകളും വർദ്ധിക്കുന്നു, അതുകൊണ്ട് ദൈവത്തെ ഭയപ്പെടുക. അധ്യായം വാക്യം സഭാപ്രസംഗൻ 3:15, സഭാപ്രസംഗൻ 3:16, സഭാപ്രസംഗൻ 5:8, സഭാപ്രസംഗൻ 5:7. ഉത്തരം സഭാപ്രസംഗൻ 5:7. 53-ാമത്തെ ചോദ്യമാണ് അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നതുപോലെ നഗ്നനായി തന്നെ അവൻ പോകും. തുടർന്ന് വരുന്ന വചനഭാഗം ഏത്? അതും വലിയ തിന്മയാണ്. അവൻ വന്നതുപോലെ തന്നെ പോകും. ജീവിതം കൊണ്ട് അവന് എന്ത് പ്രയോജനം? അവൻ്റെ പ്രയത്നഫലത്തിലൊന്നും അവൻ കൊണ്ടുപോകയില്ല. ഉത്തരം അവൻ്റെ പ്രയത്നഫലത്തിലൊന്നും അവൻ കൊണ്ടുപോകയില്ല. 54-ാമത്തെ ചോദ്യമാണ് സഭാപ്രസംഗൻ 3:11 സമാന വചനം ഏത്? റോമ 10:18, ഗലാത്യ 3:12, റോമ 11:33, ഗലാത്യ 6:12. ഉത്തരം റോമ 11:33. 55-ാമത്തെ ചോദ്യമാണ് ഞാൻ വലിയ കാര്യങ്ങൾ ചെയ്തു എന്ന് സഭാപ്രസംഗൻ പറയുന്നതിൽ മൂന്നാമത്തെ കാര്യം എന്ത്? തോട്ടം നനയ്ക്കാൻ കുളങ്ങൾ കുഴിച്ചു, എനിക്ക് വേണ്ടി മാളികകൾ പണിതു, ഉദ്യാനങ്ങളും ഉപവനങ്ങളും ഉണ്ടാക്കി, മുന്തിരിത്തോട്ടങ്ങൾ നട്ടുപിടിപ്പിച്ചു. ഉത്തരം ഉദ്യാനങ്ങളും ഉപവനങ്ങളും ഉണ്ടാക്കി. 56-ാമത്തെ ചോദ്യമാണ് ദരിദ്രർ എപ്പോഴും നിങ്ങളോട് കൂടെയുണ്ട്, ഞാൻ എപ്പോഴും നിങ്ങളോടൊത്തുണ്ടായിരിക്കുകയില്ല. യോഹന്നാൻ 12:8 സമാനമായ തിരുവചന ഭാഗം ഏത്? നിയമാവർത്തനം 13:20, നിയമാവർത്തനം 5:18, നിയമാവർത്തനം 9:30, നിയമാവർത്തനം 15:11 ഉത്തരം. 57-ാമത്തെ ചോദ്യമാണ് ക്രിസ്തു എന്നേക്കും നിലനിൽക്കുന്നു എന്നാണല്ലോ നിങ്ങൾ കേട്ടിട്ടുള്ളത്. ഇത് ആരാണ് യേശുവിനോട് ചോദിച്ചത്? ശിഷ്യന്മാർ, ജനക്കൂട്ടം, പുരോഹിതന്മാർ, ഫരിസേയർ. ഉത്തരം ജനക്കൂട്ടം. 58-ാമത്തെ ചോദ്യമാണ് യേശുവിൻ്റെ രാജകീയ പ്രവേശനം എത്രാം അധ്യായത്തിൽ? 10-ാം അധ്യായത്തിൽ, 11-ാം അധ്യായത്തിൽ, 12-ാം അധ്യായത്തിൽ, 8-ാം അധ്യായത്തിൽ? ഉത്തരം 12-ാം അധ്യായത്തിൽ. 59-ാമത്തെ ചോദ്യമാണ് ഞാനും പിതാവും ഒന്നാണ് എന്ന് യോഹന്നാൻ 10:30 പറഞ്ഞിരിക്കുന്നത് യോഹന്നാൻ പകരം സമാന വചനം ഏത്? യോഹന്നാൻ 16:30, യോഹന്നാൻ 17:21, യോഹന്നാൻ 18:12, യോഹന്നാൻ 15:2. ഉത്തരം യോഹന്നാൻ 17:21. 60-ാമത്തെ ചോദ്യമാണ് യേശു ആരോടാണ് പറഞ്ഞത് അന്ധരായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പാപം ഉണ്ടാകുമായിരുന്നില്ല എന്ന്? നിയമജ്ഞരോട്, യഹൂദരോട്, ഫരിസേയരോട്, സദുക്കായരോട്? ഉത്തരം ഫരിസേയരോട്. 61-ാമത്തെ ചോദ്യമാണ് യോഹന്നാൻ 9:38 സമാന വചനം ഏത്? മത്തായി 16:26, മർക്കോസ് 18:26, മത്തായി 28:9, ലൂക്ക 15:14. ഉത്തരം മത്തായി 28:9. 62-ാമത്തെ ചോദ്യമാണ് ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നത് എത്രാം ദിവസമാണ്? 2-ാം ദിവസം, 3-ാം ദിവസം, 1-ാം ദിവസം, 4-ാം ദിവസം? ഉത്തരം 3-ാം ദിവസം. 63-ാമത്തെ ചോദ്യമാണ് സീലോഹ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? കാഴ്ചയുള്ളവൻ, പ്രകാശമുള്ളവൻ, അയക്കപ്പെട്ടവൻ, വെളിച്ചമുള്ളവൻ? ഉത്തരം അയക്കപ്പെട്ടവൻ.
64-ാമത്തെ ചോദ്യമാണ് നമ്മുടെ സ്നേഹിതനായ ലാസർ ഉറങ്ങുകയാണ്. യേശുവിൻ്റെ ഈ വചനത്തിൽ നിന്നും ശിഷ്യന്മാർ മനസ്സിലാക്കിയത് എങ്ങനെ? യേശുവിൻ്റെ വിശ്രമം, നിദ്രയുടെ വിശ്രമം, ലാസറിൻ്റെ മരണം, ലാസറിനെ ശല്യപ്പെടുത്തരുതെന്ന്. ഉത്തരം നിദ്രയുടെ വിശ്രമം. 65-ാമത്തെ ചോദ്യമാണ് യോഹന്നാൻ 12-ാം അധ്യായത്തിൽ പുരോഹിത പ്രമുഖന്മാർ കൊല്ലാൻ ആലോചിച്ചിരുന്നതായി സൂചിപ്പിച്ചിരിക്കുന്നത് ആരെക്കുറിച്ച്? സ്നാപയോഹന്നാൻ, ലാസർ, യേശു, യോഹന്നാൻ്റെ ശിഷ്യന്മാരെ. ഉത്തരം ലാസർ. 66-ാമത്തെ ചോദ്യമാണ് ദൈവത്തെ ആരാധിക്കുകയും അവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന ദൈവം ശ്രവിക്കുന്നു. ഇത് പറഞ്ഞത് ആര്? യേശു, യഹൂദൻ, സുഖം പ്രാപിച്ച അന്ധൻ, ലാസറിൻ്റെ സഹോദരി മർത്ത. ഉത്തരം സുഖം പ്രാപിച്ച അന്ധൻ. 67-ാമത്തെ ചോദ്യമാണ് എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. ആരുടെ വാക്കുകൾ? അതിഥിയുടെ, പരിചാരകൻ്റെ, കലവറക്കാരൻ്റെ, ശിഷ്യന്മാരുടെ. ഉത്തരം കലവറക്കാരൻ്റെ. 68-ാമത്തെ ചോദ്യമാണ് എത്ര സംവത്സരം എടുത്താണ് ജെറുസലേം ദേവാലയം പണി പൂർത്തിയാക്കിയത്? 44, 46, 56, 40. ഉത്തരം 46. 69-ാമത്തെ ചോദ്യമാണ് ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുന്നില്ലാത്തവൻ ആര്? പാപമില്ലാത്തവൻ, വെളിച്ചത്തിൽ നടക്കുന്നവൻ, യേശുവിനെ അനുഗമിക്കുന്നവൻ, പ്രകാശത്തിൽ നടക്കുന്നവൻ. ഉത്തരം യേശുവിനെ അനുഗമിക്കുന്നവൻ. 70-ാമത്തെ ചോദ്യമാണ് യേശുവിൻ്റെ കർത്താവ് വന്ന് കാണുക എന്ന് ആവശ്യപ്പെട്ടത് ആര്? ആദ്യ ശിഷ്യൻ, മറിയ മർത്തായും, മറിയവും യഹൂദരും, മറിയം. ഉത്തരം മറിയവും യഹൂദരും. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമർത്ഥമായി ഉണ്ടാകുവാനുമാണ്. തുടർന്ന് യേശു അരുളി ചെയ്ത വചനമേത്? പുത്രനിൽ വിശ്വസിക്കുന്ന നിത്യജീവൻ ലഭിക്കുന്നു. ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. ഞാൻ നല്ല ഇടയനാണ്. എന്നെ ഭക്ഷിക്കുന്നവൻ ജീവിക്കുന്നു. ഉത്തരം ഞാൻ നല്ല ഇടയനാണ്. 72-ാമത്തെ ചോദ്യമാണ് യൂദാസിൻ്റെ വഞ്ചനയെക്കുറിച്ച് യേശു ആദ്യം മുൻകൂട്ടി അറിയിച്ച അധ്യായം വാക്യമേത്? 6:44, 8:3, 12:21, 6:70. ഉത്തരം 6:70. 73-ാമത്തെ ചോദ്യമാണ് ശിമയോൻ യേശുവിനെ ആരായിട്ടാണ് ഏറ്റുപറഞ്ഞത്? നീ ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണ്, നീ ക്രിസ്തുവാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധൻ, നീ ദൈവപുത്രനാണ്. ഉത്തരം ദൈവത്തിൻ്റെ പരിശുദ്ധൻ. 74-ാമത്തെ ചോദ്യമാണ് യഹൂദരുടെ കൂടാരത്തിരുന്നാളിനെ കുറിച്ച് 7-ാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്ന മറ്റ് പുസ്തകങ്ങൾ ഏത്? പുറപ്പാട് 12:16, നിയമാവർത്തനം 5:6, ലേവ്യർ 23:24, നിയമാവർത്തനം 16:16. ഉത്തരം. 75-ാമത്തെ ചോദ്യമാണ് കത്തിച്ചൊലിക്കുന്ന വിളക്ക് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആളാര്? പത്രോസ്, സ്നാപയോഹന്നാൻ, പീലിപ്പോസ്, യേശു. ഉത്തരം സ്നാപക യോഹന്നാൻ. 76-ാമത്തെ ചോദ്യമാണ് യേശു സാപത്തിൽ പ്രവർത്തിച്ച 2 അത്ഭുതങ്ങൾ ഏവ? കൈ ശോഷിച്ചവനെ സുഖപ്പെടുത്തി, തളർവാദ രോഗിയെ സുഖപ്പെടുത്തി, അന്ധന് കാഴ്ച നൽകി, തളർവാദ രോഗിയെ സുഖപ്പെടുത്തി, അന്ധന് കാഴ്ച നൽകി, കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തി, ചെകിടന് കേൾവി നൽകി, കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തി. ഉത്തരം അന്ധന് കാഴ്ച നൽകി, തളർവാദ രോഗിയെ സുഖപ്പെടുത്തി. 77-ാമത്തെ ചോദ്യമാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യേശു പ്രവർത്തിച്ച 6-ാമത്തെ അടയാളമേത്? ലാസറിനെ ഉയർപ്പിച്ചത്, തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയത്, കടലിന് മീതെ നടക്കുന്നു, അന്ധനെ സുഖപ്പെടുത്തുന്നു. ഉത്തരം അന്ധനെ സുഖപ്പെടുത്തുന്നത്. 78-ാമത്തെ ചോദ്യമാണ് യേശുവിൻ്റെ പിതാവിനെയും മാതാവിനെയും കുറിച്ച് ഒന്നിച്ച് പ്രതിപാദിക്കുന്ന യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ആദ്യ വചനമേത്? യോഹന്നാൻ 5:40, യോഹന്നാൻ 4:12, യോഹന്നാൻ 6:42, യോഹന്നാൻ 2:24. ഉത്തരം യോഹന്നാൻ 6:42. 79-ാമത്തെ ചോദ്യമാണ് നീ ലോകത്തിലേക്ക് വരാനിരിക്കുന്ന ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ആരുടെ വാക്കുകൾ? മർത്തായുടെ, സമരിയാക്കാരി സ്ത്രീയുടെ, പത്രോസിൻ്റെ, അന്ധനായ മനുഷ്യൻ്റെ. ഉത്തരം മർത്തായുടെ.
80-ാമത്തെ ചോദ്യമാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രം വിവരിക്കുന്ന സംഭവം ഏത്? അപ്പം വർദ്ധിപ്പിക്കുന്നത്, കടലിന് മീതെ നടക്കുന്നത്, ഗ്രീക്കുകാർ യേശുവിനെ തേടുന്നത്, രാജസേവകന്റെ പുത്രനെ സുഖപ്പെടുത്തുന്നത്. ഉത്തരം ഗ്രീക്കുകാർ യേശുവിനെ തേടുന്നത്. 81-ാമത്തെ ചോദ്യമാണ് ക്രിസ്തീയ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പൗലോസ്ലീഹ പറയുന്നത് ഏത് അധ്യായത്തിൽ? അധ്യായം 5, അധ്യായം 6, അധ്യായം 1, അധ്യായം 4. ഉത്തരം അധ്യായം 5. 82-ാമത്തെ ചോദ്യമാണ് നേതൃസ്തംഭങ്ങൾ എന്ന പൗലോസ് വിശേഷിപ്പിച്ചവരിൽ നിന്ന് ലഭിച്ച നിർദ്ദേശം എന്ത്? വിജാതിയരുടെ മാത്രം സുവിശേഷം പ്രസംഗിക്കുക, പാവങ്ങളെപ്പറ്റി ചിന്തയുണ്ടാവുക, അധികാരികളോട് വിധേയരായിരിക്കുക, നിയമാനുഷ്ഠാനത്തിൽ ശ്രദ്ധിക്കുക. ഉത്തരം പാവങ്ങളെപ്പറ്റി ചിന്തയുണ്ടാവുക. 83-ാമത്തെ ചോദ്യമാണ് ജ്ഞാനസ്നാനത്തിൻ്റെ ലക്ഷ്യം എന്താണെന്നാണ് പൗലോസ്ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ വ്യക്തമാക്കുന്നത്? പുതിയ സൃഷ്ടിയാവുക, ക്രിസ്തുവിനെ അറിയുക, ക്രിസ്തുവിനോട് ഐക്യപ്പെടുക, പരിശുദ്ധാത്മാവിൽ നിറയുക. ഉത്തരം ക്രിസ്തുവിനോട് ഐക്യപ്പെടുക. 84-ാമത്തെ ചോദ്യമാണ് സുവിശേഷത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പ്രതിപാദിക്കുന്ന അധ്യായം ഏത്? അധ്യായം 2, അധ്യായം 3, അധ്യായം 4, അധ്യായം 1. ഉത്തരം അധ്യായം 1. 85-ാമത്തെ ചോദ്യമാണ് ഗലാത്യ 1-ാം അധ്യായത്തിൽ 21 വാക്യങ്ങൾ പൗലോസ്ലീഹ സഞ്ചരിച്ച 21-ാം വാക്യത്തിൽ പൗലോസ്ലീഹ സഞ്ചരിച്ച പ്രദേശങ്ങൾ ഏതൊക്കെ? ജെറുസലേം, അറേബ്യ, സിറിയ, കിലിക്യ, ദമാസ്കസ്. ഉത്തരം സിറിയ, കിലിക്യ. 86-ാമത്തെ ചോദ്യമാണ് പൗലോസ്ലീഹ എന്ത് ചെയ്തതെല്ലാം വ്യർത്ഥമാകാതിരിക്കാൻ വേണ്ടിയായിരുന്നു എന്നാണ് 2:2 പറയുന്നത്? പ്രവർത്തിച്ചതും പറയുന്നതും, അത്ഭുതങ്ങളും അടയാളങ്ങളും, ഓടുന്നതും ഓടിയതും, അധ്വാനിച്ചതും പ്രവർത്തിച്ചതും. ഉത്തരം ഓടുന്നതും ഓടിയതും. 87-ാമത്തെ ചോദ്യമാണ് യേശുക്രിസ്തു നിങ്ങളുടെ മുമ്പിൽ ക്രൂശിതനായി ചിത്രീകരിക്കപ്പെട്ടിരിക്കെ നിങ്ങളെ ആരാണ് ഡാഷ് ചെയ്തത്? പൂരിപ്പിക്കുക. അവിശ്വസ്തത, അംഗീകാരം, ആഭിചാരം, കുടിലമാർഗങ്ങൾ. ഉത്തരം ആഭിചാരം. 88-ാമത്തെ ചോദ്യമാണ് ഗലാത്യ 3:10 സമാന വചനം ഏത്? നിയമാവർത്തനം 12:18, സംഖ്യ 15:17, നിയമാവർത്തനം 27:26, ഉൽപ്പത്തി 15:16. ഉത്തരം നിയമാവർത്തനം 27:26. 89-ാമത്തെ ചോദ്യമാണ് വിശുദ്ധ ലിഖിതപ്രകാരം ദാസിയെയും അവളുടെ പുത്രനെയും എന്ത് ചെയ്യാനാണ് പറയുന്നത്? വിശ്വസിക്കുവിൻ, അംഗീകരിക്കുവിൻ, നിഷ്കാസനം ചെയ്യുവിൻ, അവകാശിയാക്കുവിൻ. ഉത്തരം നിഷ്കാസനം ചെയ്യുവിൻ. 90-ാമത്തെ ചോദ്യമാണ് 4:19 പൗലോസ് ഗലാത്യക്കാരെ സംബോധന ചെയ്യുന്നത് എങ്ങനെ? വാത്സല്യഭാചനമേ, എൻ്റെ കുഞ്ഞു മക്കളെ, സഹോദരരെ, ഭോഷന്മാരെ. ഉത്തരം എൻ്റെ കുഞ്ഞു മക്കളെ. 91-ാമത്തെ ചോദ്യമാണ് ജഡത്തിൻ്റെ വ്യാപാരങ്ങളിൽ 6-ാമത്തേത് ഏത്? ദുർവൃത്തി, ശത്രുത, ആഭിചാരം, വിഗ്രഹാരാധന. ഉത്തരം ശത്രുത. 92-ാമത്തെ ചോദ്യമാണ് എൻ്റെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ഡാഷ് വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ്? പൂരിപ്പിക്കുക. യേശുക്രിസ്തുവിൽ, മനുഷ്യപുത്രനിൽ, ദൈവപുത്രനിൽ, ലോകരക്ഷകനിൽ. ഉത്തരം ദൈവപുത്രനിൽ. 93-ാമത്തെ ചോദ്യമാണ് എത്ര വർഷത്തിന് ശേഷമാണ് കേപ്പായെ കാണാൻ പൗലോസ് ജെറുസലേമിലേക്ക് പോയത്? 4 വർഷത്തിന് ശേഷം, 5 വർഷത്തിന് ശേഷം, 3 വർഷത്തിന് ശേഷം, 2 വർഷത്തിന് ശേഷം. ഉത്തരം 3 വർഷത്തിന് ശേഷം. 94-ാമത്തെ ചോദ്യമാണ് എന്ത് ആവിർഭവിക്കുന്നതിന് മുമ്പ് നമ്മൾ നിയമത്തിൻ്റെ കാവലിലായിരുന്നു എന്നാണ് പറയുന്നത്? സ്നേഹം, പ്രത്യാശ, വിശ്വാസം, കൽപ്പനകൾ. ഉത്തരം വിശ്വാസം. 95-ാമത്തെ ചോദ്യമാണ് ഗലാത്യക്കാരെക്കുറിച്ച് പൗലോസ് അസ്വസ്ഥനാണ് എന്ന് പറയുന്ന അധ്യായം വാക്യം ഏത്? ഗലാത്യ 4:18, അധ്യായം 4:19, അധ്യായം 4:20, അധ്യായം 4:22. ഉത്തരം അധ്യായം 4:20.
96-ാമത്തെ ചോദ്യമാണ്, പരിച്ഛേദന സ്വീകരിക്കുന്ന ഓരോ മനുഷ്യരോടും പൗലോസ് വീണ്ടും ഉറപ്പിച്ച് പറയുന്നത് എന്താണ്? കൽപ്പനകൾ പാലിക്കണം, നിയമം മുഴുവൻ പാലിക്കാൻ കടപ്പെട്ടവനാണ്, വിശ്വസ്തതയിൽ ജീവിക്കണം, ദൈവസ്നേഹത്തിൽ വളരണം. ഉത്തരം നിയമം മുഴുവനും പാലിക്കാൻ കടപ്പെട്ടവനാണ്. 97-ാമത്തെ ചോദ്യമാണ്, ഗലാത്യക്കാരെ അസ്വസ്ഥരാക്കുന്നവർ പൂർണ്ണമായും എന്ത് ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. അടിമകളായിരുന്നെങ്കിൽ, സഭയിൽ നിന്നും പുറത്തു പോകുന്നവർ, അംഗവിച്ഛേദനം ചെയ്തിരുന്നെങ്കിൽ, തലമുണ്ടനം ചെയ്തിരുന്നെങ്കിൽ. ഉത്തരം അംഗവിച്ഛേദനം ചെയ്തിരുന്നെങ്കിൽ. 98-ാമത്തെ ചോദ്യമാണ്, അല്പം പുളിപ്പ് മുഴുവൻ മാവിനെ പുളിപ്പിക്കുന്നു. ഈ വചനത്തിൻ്റെ സമാന വചനം ഏത്? 1 കൊരിന്തോസ് 5:6, 1 കൊരിന്തോസ് 4:8, 1 കൊരിന്തോസ് 3:16, 1 കൊരിന്തോസ് 2:19. ഉത്തരം 1 കൊരിന്തോസ് 5:6. 99-ാമത്തെ ചോദ്യമാണ്, നിയമത്താൽ ആണ് നിങ്ങൾ നീതീകരിക്കപ്പെടുന്നത് എന്ന് കരുതുന്നു എങ്കിൽ എന്തിൽ നിന്ന് നിങ്ങൾ വീണു പോയിരിക്കുന്നു എന്നാണ് പറയുന്നത്? വിശുദ്ധിയിൽ നിന്ന്, നന്മയിൽ നിന്ന്, കൃപാവരത്തിൽ നിന്ന്, വിശ്വാസത്തിൽ നിന്ന്. ഉത്തരം കൃപാവരത്തിൽ നിന്ന്. 100-ാമത്തെ ചോദ്യമാണ്, ഗലാത്യ 4:13 സമാന വചനം ഏത്? അപ്പോസ്തല പ്രവർത്തനങ്ങൾ 10:18-6, അപ്പോസ്തല പ്രവർത്തനങ്ങൾ 5:8, അപ്പോസ്തല പ്രവർത്തനം 16:6, അപ്പോസ്തല പ്രവർത്തനങ്ങൾ 8:36. ഉത്തരം അപ്പോസ്തല പ്രവർത്തനങ്ങൾ 16:6.